നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷം ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇറാൻ കപ്പലിനെ ആക്രമിച്ചു. തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തി. തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞു. 8ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ തിരിച്ചടിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ വലിയ നഷ്ടം അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെയാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടായത്. നേരത്തെയും ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്കക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ജൂൺ 17 ഇവിടെ ഇറാൻ അമേരിക്ക സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത്. ഈ സമാധാന കരാറിൽ ഒപ്പുവെച്ച സമയം മുതൽക്ക് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ഭരണകൂടവും വല്ലാതെ അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത അവർ കാണിച്ച സമയത്തൊക്കെ അമേരിക്ക പോലും ഇസ്രായേലിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ഒരു കാഴ്ച, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സമാധാന കരാർ അവർക്ക് ദഹിക്കില്ല. അവരുടെ അജണ്ടയിൽ സമാധാനം എന്നുള്ള ഒരു വാക്കില്ല. കരാർ ലംഘനം, അതുപോലെ തന്നെ സമാധാന കരാറുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളിലാണ് ഇസ്രായേൽ എല്ലാ കാലത്തും ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഈ കരാർ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ പ്രസിഡന്റ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കയാണ് ഈ പറയുന്നത്. ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗി കഴിഞ്ഞ ദിവസം തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതായത് യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് ആദരമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഹെലികോപ്റ്റർ ഒരു അപകടത്തിൽപ്പെട്ടു. ഒരു പക്ഷി ഹെലികോപ്റ്ററിൽ വന്നിടിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പാതി വഴിയിൽ ആ ഹെലികോപ്റ്റർ ഉപേക്ഷിച്ച് മറ്റൊരു ഹെലികോപ്റ്ററിലാണ് ഐസക് ഹെർസോഗ് യാത്ര തുടർന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ സംഘർഷം തുടങ്ങിയ സമയത്ത് പുറത്തു വന്ന ഒരു വാർത്തയാണ്. എന്തായാലും ആ ഒരു വാർത്തയുടെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദിയിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വാർത്തയാണ്. അതായത് ഒരു മണിക്കൂറിന് മുമ്പ് പുറത്തു വന്ന ഒരു വാർത്ത. അരാംകോ ഓയിൽ റിഫൈനറിക്ക് സമീപം അവിടെ ഒരു ഹെലികോപ്റ്റർ, ഈ അരാംകോയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്ററിന് നേരെ എന്ത് രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഹെലികോപ്റ്റർ തനിയെ തകർന്നു വീണതാണോ, അല്ലെങ്കിൽ ഇവിടെ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് തകർന്നു വീണതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തകർത്തതാണോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഉപരോധങ്ങൾ, ഇവിടെ ഹോർമൂസിലെ ഉപരോധങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഈ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ അരാംകോയുടെ പ്രവർത്തനമൊക്കെ നിശ്ചലമായിരുന്നു. ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ആരംഭിച്ചത്. ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കൻ ബേസുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ആക്രമണത്തെ തുടർന്നാണോ ഈ അപകടം ഉണ്ടായത് എന്ന കാര്യമൊന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും 14 ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരുന്നു. ഇസ്രായേലിനകത്ത് വലിയ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിനകത്ത് ആദ്യം ഒരു വെടിവെപ്പ് ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായി കാറുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 5ഓളം ആളുകൾ ഈ കാറുകൾ പൊട്ടിത്തെറിച്ചതിന്റെ ഭാഗമായി മരണപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ തന്നെ ഈ സമാധാന കരാർ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവർ തന്നെ മുൻകൈയെടുത്ത് രംഗത്തെത്തി. സമാധാന കരാർ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ അടിയിലൂടെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അവർ ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങൾ എത്തി. സമാധാന കരാറിന്റെ ഒരു ലംഘനം ഉണ്ടായി. ആദ്യം ഇറാൻ ഇവിടെ ഒമാൻ തീരത്തുകൂടെ സഞ്ചരിച്ചിരുന്ന സിംഗപ്പൂർ കപ്പലിന് നേരെ ആക്രമിച്ചു. അതിനുശേഷം അമേരിക്ക പ്രത്യാക്രമണം നടത്തി. ഇപ്പോൾ അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. തുടർച്ചയായി ഇപ്പോൾ ഒരുപാട് അപകട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറകിൽ ഇറാനാണോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതെല്ലാം ചെയ്തത് ഇറാനാണ് എന്ന് പറഞ്ഞ് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമോ എന്ന കാര്യവും അറിയില്ല. എന്തായാലും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ വ്യാപകമായി ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അമേരിക്ക ആക്രമിച്ചാൽ ഇപ്പോൾ നടത്തിയതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ ഞങ്ങൾ അമേരിക്കൻ ബേസുകൾക്ക് നേരെ നടത്തുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴത്തെ ഇറാന്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭയത്തിലാണ്. കാരണം
ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനകത്ത് തുടർച്ചയായി അപകട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ സൗദിയിലും വലിയ ഒരു അപകടം നടന്നിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്.